തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന CPM നേതാവും മന്ത്രിയുമായിരുന്ന ജി സുധാകരനിൽ നിന്ന് മൊഴിയെടുക്കുന്നത് തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമെന്ന് പോലീസ് അറിയിച്ചു. നേരത്തെ തഹസിൽദാർ രേഖപ്പെടുത്തിയ മൊഴിയും പോലീസ് പരിശോധിക്കും. സുധാകരനെതിരായ കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിരൺ കുമാർ ചേരുന്നു. കിരൺ, പറയൂ. രോഹിണി, വിവാദ പ്രസ്താവനയിൽ ജി സുധാകരൻ്റെ ഈ വിവാദ പ്രസ്താവനയിൽ ആലപ്പുഴ സൗത്ത് പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരൻ്റെ മൊഴിയും എടുത്തിരുന്നു. ഈ മൊഴി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൊഴി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൊഴി തൃപ്തികരമാണെങ്കിൽ കൂടുതൽ മൊഴിയെടുക്കുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 36 വർഷം മുൻപ് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് പോലീസിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ജി സുധാകരൻ്റെ പ്രസ്താവന അത് അന്ന് സർവീസ് സംഘടനയുടെ പരിപാടിയിൽ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയുടെ വീഡിയോയും ഒപ്പം തന്നെ അതിനുശേഷം ഈ സംഭവം വിവാദമായതിന് പിന്നാലെ തന്നെ ജി സുധാകരൻ ഈ കാര്യം തിരുത്തുകയും ചെയ്തിരുന്നു. ഈ തിരുത്തി കൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുള്ളതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ സർവീസ് സംഘടനയുടെ പരിപാടിയിൽ അന്ന് പങ്കെടുത്തിരുന്ന ആളുകളുടെ മൊഴിയെടുക്കാനും പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരുടെ കൂടി മൊഴിയെടുത്തതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതിൻ്റെ റിപ്പോർട്ടുകൾ തേടിയിരുന്നു. ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി കൂടുതൽ തെളിവെടുപ്പ് അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കാനായിട്ടുള്ള സാധ്യതയുള്ളത്. രോഹിണി, ശരി. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.